ബബ്ബബ്ബബ്ബബ്ബബ്ബബ്ബ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബബ്ബബ്ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ട് ഏറ്റവും കൂടുതൽ തെറിയേക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോകുലം ഗോപാലേട്ടനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. എന്തിനിവർ ഈ തലവെച്ച് കൊടുത്തു എന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അതായത് നൂറിൻ ഷെരീഫ എന്ന് പറയുന്ന നടിയും അവരുടെ ഭർത്താവും ചേർന്ന് എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപ് പറഞ്ഞു കൊടുത്തത് എന്താണ്, അത് അവരവിടെ എഴുതി വെച്ചു എന്നല്ലാതെ അവരുടെ തലേന്ന് ഇങ്ങനെ ഒരു ബുദ്ധി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപ് പറഞ്ഞു, മക്കളെ ഇങ്ങനെ എഴുതിക്കോ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ, ഞാൻ അഭിനയിക്കാം. അതായത് ദിലീപിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈയിടെയായിട്ട് ദിലീപ് എന്തൊക്കെയോ സത്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു സത്യസന്ധനാണ് ഇല്ലെങ്കിൽ ഒരു നല്ലവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും ദിലീപ് ഇറക്കുന്നതായിട്ട് ഈയിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കുറച്ചു കാലമേ ഉള്ളൂ കേട്ടാ, കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല. അതായത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഇന്ന് കാണിക്കാൻ, ഞാൻ ഒന്നിലും പ്രതിയല്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിലും ഇതല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയും വന്നത്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മോഹൻലാലിനെയും കൂടി കൂട്ടുപിടിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ വേറെ ഒരാളോടോ നമുക്ക് വ്യക്തി വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ഒരു സ്ത്രീയെ അത് കഴിഞ്ഞിട്ടും കൂടിയിട്ട് ഇതുപോലെ തേജോവധം ചെയ്യുന്നത് അത് മൂന്നാംകിട പരിപാടിയാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് കോടതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ മഞ്ജു വാര്യരെ വലിച്ചു കയറാൻ വേണ്ടി ഇട്ടുകൊടുത്തത് എല്ലാത്തിനും കാരണം മഞ്ജു വാര്യരുടെ ആ പ്രസംഗമാണ് എന്നുള്ള ഒരു കാര്യങ്ങൾ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ദിലീപിനെതിരെയാണ് എല്ലാവരും നീങ്ങിയത്. ദിലീപിന് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടവർ വരെ എന്ന് പറഞ്ഞ് ദിലീപ് അവിടുന്ന് കാണിച്ചു കൂട്ടിയത് പിന്നീട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് മഞ്ജു വാര്യർ എന്തിനാണ് എറിഞ്ഞു കൊടുത്തത്, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ സിനിമയിൽ ഉടനീളം എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്ങുകളാണ്. ആ ഡബിൾ മീനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിജീവിതയെ പിന്നെ ഉന്നം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരെ ഉന്നം വെച്ചുകൊണ്ടും, എന്തിനധികം പറയും നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട എന്താ പറയണ്ടത് മുഖ്യമന്ത്രിയെ വരെ പിന്നെ എന്താ പറയണ്ടത് ഇതാക്കിക്കൊണ്ടും, അതായത് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്ന ബൈജു ആണ് മുഖ്യമന്ത്രിയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചത്. ഇതൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ നൂറിൻ ഷെരീഫ് എന്ന് പറയുന്ന ആ നടിക്ക് വഴങ്ങുന്ന ഒരു സ്ക്രിപ്റ്റ് ഒന്നും അല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനോട് പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ദിലീപ് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെയാക്കാം, ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ അത് ദിലീപിന്റെ ആ ഒരു ഇതിൽ വന്നപ്പോഴേ അവിടെ ശരിക്കും ചുവട് പിഴച്ചു പോയത് ആ പുതിയ രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന അവർക്ക് രണ്ടുപേർക്കുമാണ്, ഭാര്യയും ഭർത്താവിനുമാണ്. അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരും കൂടി പെട്ടുകിടക്കുകയാണ്. കാരണം എന്താ, അവരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിരോധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സിനിമ കൊണ്ട് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്നത് ഈ രണ്ടു പേരും, അങ്ങനെ ഈ എന്താ പറയണ്ടേ ജീവിതം നഷ്ടപ്പെട്ടു പോയത് ഈ ദമ്പതികൾക്കുമാണ്, അതായത് സിനിമ ഉണ്ടാക്കിയ ദമ്പതികൾക്ക്. ഇനി മോഹൻലാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങേര് എന്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തത്, അങ്ങേര് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തത്? അങ്ങേർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ദിലീപെ ഇപ്പോഴും നമുക്ക് വേണ്ട, അതായത് ഇപ്പോഴും നമുക്ക് ഈ ഒരു സംഭവം വേണ്ട. പക്ഷേ ദിലീപിനറിയാം എങ്ങാനും ഈ സിനിമ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ ഇത് കുറച്ചു കാലം ഓടും. അതായത് മോഹൻലാൽ ഉണ്ടെങ്കിൽ മോഹൻലാലിന്റെ ആരാധകര് കയറും എന്ന് കൃത്യമായിട്ട് ഇവർക്ക് ബിസിനസ് ചെയ്യുന്ന ദിലീപിനും അറിയാം, അതുപോലെ ഗോകുലത്തിനും അറിയാം. കുറെ നാൾ മുമ്പ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൻ്റെ അകത്ത് നിവിൻ പോളിയാണ്. നിവിൻ പോളിനെ മാത്രം അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ വരില്ല എന്ന് മനസ്സിലാക്കിയ ഗോകുലം ഗോപാലനും ടീമും അവർ മോഹൻലാലിനെയും കൂടി കൊണ്ടുവന്നു. മോഹൻലാലിന്റെ ചെറിയൊരു നിമിഷത്തെ ഒരു സീനും കാര്യങ്ങളും കൊണ്ട് ആ പടം തൂക്കി എന്നുള്ളതാണ്, അത്രയും പൈസ വാരിയുന്നത്. അതുപോലെ തന്നെയാണ് ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ എങ്ങാനും ദിലീപ് വിരോധികളാണെങ്കിൽ കൂടി കാണണം എന്നുള്ള തരത്തിലാണ് അത് അങ്ങനെ എടുത്തു വെച്ചത്. അതാണ് ഏറ്റവും വലിയ വിനയായത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ദിലീപ് നിരപരാധിയാണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ദിലീപിന് പിന്നെ എന്താ പറയുക കോടതി വെറുതെ വിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് അരിയാഹാരം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം, എന്തോ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ആ സംഭവം എന്താണ്, ആരാണ് എന്നാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് വെറുതെങ്കിലും ഒരാൾ പോയിട്ട് ഇതുപോലെ ചെയ്യും, അത് ഇത്രയും സെറ്റപ്പിൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ബൾസർ ധ്വനി എന്ന് പറയുന്ന ഒരുത്തൻ ഒരു വണ്ടിയല്ല അതിന് ഉപയോഗിച്ചത്, 2-3 വണ്ടികൾ ഉപയോഗിച്ച്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെയും കൂട്ടിയിട്ട് ഈ ഒരു ഇത് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ ആൾക്കാരുണ്ട്, അല്ലാതെ ഇവന് കടിപ്പ് കയറിയിട്ട് ചെയ്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
പൾസറിന് ഇതാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ പൾസറിന്റെ പടം ഗോവയിൽ നിന്ന് നോക്കിയാൽ മതി. അപ്പോ ഇതിന്റെ പുറകിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുണ പരിശോധന കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ആളെ പിടിക്കേണ്ടത് ദിലീപിന്റെയും കൂടി ആവശ്യം തന്നെയാണ്. അതിന് ദിലീപ് അല്ല എങ്കിൽ ആരാണ് പിന്നെ? ആരാണ് ഇതിന്റെ പുറകില്? അതാണ് നമുക്കറിയേണ്ടത്. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോ ഗോകുലം ഗോപാലിനായാലും മോഹൻലാലിനായാലും പറയാമായിരുന്നു ദിലീപെ കുറച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പടം ഇറക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്ങൊന്ന് വെളുത്ത് കിട്ടണം. ദിലീപിന് സ്വന്തം, അതായത് നാട്ടിലുള്ള ക്ഷേത്രത്തിൽ പോലും ഇപ്പോഴും ഒരു വിലയുമില്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോലും ഒരാൾ പോലും അതിന്റെ ആവശ്യങ്ങളുമായിട്ട് സമീപിക്കുന്നില്ല. അതായത് ദിലീപിനെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞ് വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ നാട്ടുകാർ എതിരായിരുന്നു. അങ്ങനെ നാട്ടുകാർ പറഞ്ഞു ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ഒഴിവാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ദിലീപിനോട് ഈ ജനങ്ങളെല്ലാം പെരുമാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനും ഒരുപാട് ഫൗളുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായിട്ട് സിനിമയെടുത്തിട്ട് ഈ അതിജീവിതയെ പോലെയും അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്നവരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേജോവധം ചെയ്യുന്ന തരത്തിൽ, അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോമഡിയാണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, എന്നാൽ ഇതിന്റെ ഉള്ളിലിരിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗോകുലം ഗോപാലേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നഷ്ടം ഈ ഒരു സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17-20 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ സിനിമ ഒരിക്കലും ലാഭകരമല്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനം മാത്രമാണ്. ഇവർ പറയുന്നത് പോലെ എല്ലാ തിയേറ്ററിലും ഇപ്പോഴും ഓടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തിയേറ്ററിന്റെ വെളിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി വരുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ സിനിമ ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഓടിക്കുന്നത് എന്ന്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു സിനിമാ തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ബബ്ബപ്പി ഓടുന്നുണ്ട്. ഏതായാലും രാത്രി 11:30 മണിയാണ്. ആ സിനിമ വിടുന്നത് വരെ ഞാനവിടെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞപ്പോൾ ആ സിനിമാ തിയേറ്ററിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ചുരുങ്ങിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ, കൂടുതൽ ആൾക്കാരൊന്നുമില്ല. അപ്പോ ഇവർ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇവർ ഈ ഷോ ഓടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് സിനിമ നഷ്ടത്തിലല്ല, സിനിമ വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദിലീപിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിങ്ങലിൽ തന്നെയാണ്. അതായത് ദിലീപിന്റെ സ്വഭാവം തന്നെയാണ് അതിന് കാരണം. കുറച്ചൊക്കെ ഇഷ്ടമുണ്ടായിരുന്നത് ദിലീപ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇതുപോലുള്ള കോമാളി സിനിമ എടുത്തിട്ട് ജനങ്ങളെ വീണ്ടും 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 വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ദിലീപിന്റെ കൂടെ നിൽക്കുന്ന കുറെ സിൽബന്ധികളെയും ദിലീപ് പ്രമോഷന് വേണ്ടിയിട്ടും താൻ നിരപരാധിയാണെന്ന് വേണ്ടിയിട്ടും തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ദിലീപിന് നല്ലൊരു സ്ഥാനം കൊടുത്തവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം അമ്മമാരും സഹോദരിമാരും. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ദിലീപിന്റെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു കേസ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര പാട് തന്നെയാണ്. അതായത് അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ്, ദിലീപിനെ അത്രയും സ്നേഹിച്ചിരുന്നു എല്ലാവരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ദിലീപിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിലീപിന്റെ കാര്യം ഏതായാലും കടകട കുടുകുടുവാണ്. നന്ദി, നമസ്കാരം.